ഒട്ടേറെ പ്രണയകഥകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ദുൽഖർ സൽമാൻ നായകനാകുന്ന ശ്രീ ഉടൻ തിയേറ്ററുകളിലേക്ക്. നവാഗതനായ രവി നെലഗുഡിറ്റി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ, ഫസ്റ്റ് ലുക്ക് എന്നിവ പുറത്തിറങ്ങി. ശ്രീ എന്നാണ് സിനിമയുടെ പേര്. ലവ് വിൽ സ്പാർക്ക് അഗെയിൻ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ്ലൈൻ. SLV സിനിമാസിന്റെ ബാനറിൽ സുധാകരൻ ചെറുകൂരിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. SLV സിനിമാസ് നിർമ്മിക്കുന്ന 10ാമത്തെ ചിത്രമാണിത്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിലെ നായിക. ദുൽഖർ സൽമാൻ, പൂജ ഹെഗ്ഡെ ടീം ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് വിവരം. മലയാളത്തിലും തെലുങ്കിലും ഒരേപോലെ വമ്പൻ വിജയങ്ങളുമായി തിളങ്ങി നിൽക്കുന്ന ദുൽഖർ സൽമാൻ നായകനായി അഭിനയിക്കുന്ന 5ാമത്തെ തെലുങ്കു ചിത്രമാണിത്. വമ്പൻ ബജറ്റിലും ക്യാൻവാസിലും ഉയർന്ന സാങ്കേതിക നിലവാരത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ മികച്ച അഭിനേതാക്കളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ഒരു വലിയ നിര തന്നെ ഭാഗമാകുന്നുണ്ട്. തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ് ഭാഷകളിൽ വമ്പൻ റിലീസായാണ് ചിത്രം ഒരുക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഐ ആം ഗെയിം, പവൻ സാധിനേനി ഒരുക്കുന്ന തെലുങ്കു ചിത്രമായ ആകാശംലോ ഓഗതാര എന്നിവയാണ് ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന അടുത്ത റിലീസുകൾ. പൃഥ്വിരാജ് ചിത്രം ഐ നോബഡിക്ക് വേണ്ടി പിന്നണി പാടി താരത്തിന്റെ മകൾ അലങ്കൃത. ചിത്രത്തിന്റെ സർക്കസ് എന്ന ഗാനമാണ് അലങ്കൃത പൃഥ്വിരാജ് ആലപിച്ചിരിക്കുന്നത്. പുറത്തുവിട്ട ലിറിക്കൽ വീഡിയോയിൽ അലങ്കൃതയുടെ റെക്കോർഡിംഗിന്റെ BTS ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ആലി, മമ്മയും ഡാഡിയും നിന്റെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് സർക്കസ് ഗാനം പുറത്തുവിട്ടത്. ഐ നോബഡിക്ക് ലഭിച്ച നിങ്ങളുടെ സ്നേഹത്തിനും നിരൂപണങ്ങൾക്കും ഫീഡ്ബാക്കിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഐ നോബഡിയിലെ സർക്കസ് എന്ന ഗാനം ഞങ്ങൾക്ക് വളരെ സവിശേഷമാണ്. കാരണം ഇത് പാടിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞ് അല്ലിയാണ്. വെറും 11 വയസ്സുകാരി. പ്രിയപ്പെട്ട അല്ലി, സംഗീതത്തിൽ നീ വളർത്തിയെടുക്കുന്ന അഭിനിവേശത്തിനും അർപ്പണബോധത്തിലും മമ്മയും ഡാഡിയും അഭിമാനിക്കുന്നു. ഈ തീനാളം എന്നെന്നും കെടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിസ്മയകരമായ ഗാനം അല്ലിയെ വിശ്വസിച്ചേൽപ്പിച്ചതിനും അവൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിനും ജെയ്ക്സ് അങ്കിളിന് നന്ദി, പൃഥ്വിരാജ് കുറിച്ചു. സെബ ടോമി വരികൾ എഴുതി ജെയ്ക്സ് ബിജോയ് ആണ് ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. അലങ്കൃതയെ ഐ നോബഡിയിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ജെയ്ക്സ് ബിജോയ് പറഞ്ഞു. സിദ്ധാർത്ഥ് മൽഹോത്രയും തമന്ന ഭാട്ടിയും പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ബോളിവുഡ് ഫോക്ലോർ എന്റർടൈനർ ദ വാൻ റിലീസ് തീയതി പുറത്ത്. 2026 സെപ്റ്റംബർ 25-ന് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും. റിലീസ് തീയതിയുടെ പ്രഖ്യാപനത്തോടൊപ്പം സിനിമയുടെ വിശാലമായ ലോകം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന ശ്രദ്ധേയമായ ഒരു പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട്. ദീപക് കുമാർ മിശ്ര സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ബാലാജി മോഷൻ പിക്ചേഴ്സും TVF മോഷൻ പിക്ചേഴ്സും ചേർന്നാണ്. ഫോഴ്സ് ഓഫ് ദി ഫോറസ്റ്റ് എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ്ലൈൻ. TVFുമായി സഹകരിച്ച ബാലാജി ടെലിഫിലിംസ് ലിമിറ്റഡിന്റെ ഡിവിഷനായ ബാലാജി മോഷൻ പിക്ചേഴ്സും 11-11 പ്രൊഡക്ഷനും ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. അരുണാബ് കുമാറാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. നാടകീയത നിറഞ്ഞ രീതിയിൽ കാളയ്ക്കും കടുവയ്ക്കും ഇടയിൽ നിൽക്കുന്ന ശക്തനായ യോദ്ധാവിനെ പോലെ നായകനെ അവതരിപ്പിക്കുന്ന പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാടോടി കഥകളെ അടിസ്ഥാനമാക്കി അതിന്റെ ശൈലിയിലാണ് ചിത്രം കഥ പറയുന്നതെന്നും പോസ്റ്റർ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നാടോടി കഥകളെ വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശ്രമങ്ങളിലൊന്നാണ് ദിവാൻ. ഫാന്റസി, ആക്ഷൻ, കോമഡി, സാഹസികത എന്നിവ സമന്വയിപ്പിക്കുന്ന ഈ ചിത്രം വിപുലമായ ഒരു കഥാലോക നിർമ്മാണത്തിന്റെയും അത്യാധുനിക വിഷ്വൽ ഇഫക്റ്റുകളുടെയും പിന്തുണയുള്ള അതിമനോഹരമായ സിനിമ അനുഭവമാണ് വാഗ്ദാനം ചെയ്യുന്നത്.